ശശി തരൂർ MP കോൺഗ്രസിനുള്ളിലെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണ്. ശശി തരൂർ എന്ന വ്യക്തി ഐക്യരാഷ്ട്രസഭയിൽ പ്രധാന പദവി വഹിച്ച ആളൊക്കെ ആയിരിക്കാം. കോൺഗ്രസിന് ആദ്യകാലത്ത് നല്ല പേരെടുത്ത നേതാവായിരിക്കാം. പക്ഷേ ഇന്ന് പാർട്ടിക്കുള്ളിലെ ഭീകരൻ തന്നെയാണ് ശശി തരൂർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹം പൊട്ടിമുളച്ചതൊന്നുമല്ല. കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടി സീറ്റു നൽകി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുത്തതാണ് 2009. അതുവരെ ഒരു ബൂത്ത് കമ്മിറ്റിയിൽ പോലും പങ്കെടുക്കാത്ത ഒരാളെ വിളിച്ച് തിരുവനന്തപുരം പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ നിന്നും MP ആക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ്. അന്ന് കോൺഗ്രസ് ആണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. മൻമോഹൻ സിംഗ് തന്നെ വീണ്ടും ഈ രാജ്യം ഭരിക്കുമെന്നും അതുകൊണ്ട് കോൺഗ്രസ് മാത്രമാണ് നല്ലത് എന്നും പറഞ്ഞ് ആ പാർട്ടിയെ തൊഴുതു വണങ്ങി വന്നതാണ് ശശി തരൂർ. ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ഓരോ പ്രവർത്തകന്മാരും അന്ന് വരെ കണ്ടിട്ടു പോലുമില്ലാത്ത ഒരു തരൂരിനെ വേണ്ടി അദ്ദേഹത്തെ MP ആക്കാൻ കഷ്ടപ്പെട്ടു. അത് പാർട്ടി പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അതേ 2009 രൂപം കൊണ്ട മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ തന്നെ ശശി തരൂരിനെ കേന്ദ്ര വിദേശകാര്യത്തിന്റെ സഹമന്ത്രിയാക്കി. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഈ ഭാഗ്യം? തൻ്റെ ഉദ്യോഗം രാജിവെച്ചു വന്നതിന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു പണി പോലും എടുക്കാതെ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ മന്ത്രി. എന്നാൽ ഇപ്പോൾ ആ പാർട്ടി കുറച്ച് തളർന്നു പോയപ്പോൾ അതിനെ അപമാനിക്കാനും ഹൈജാക്ക് ചെയ്യാനും ശ്രമിക്കുകയാണ് ഈ ശശി തരൂർ. ഇദ്ദേഹത്തെ പാർട്ടിക്കുള്ളിലെ ഭീകരൻ എന്നല്ലാതെ പിന്നെന്താണ് പറയുക? വായിൽ തോന്നിയത് വിളിച്ചു പറയുകയും പാർട്ടിയെ നിരന്തരം പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നു. ചോദിക്കുമ്പോൾ ഞാൻ പാർട്ടി വക്താവല്ല എന്നുള്ളതും പറയുന്നു. തനിക്ക് തോന്നിയത് പറയുമെന്നൊരു തോന്നിയമാസമാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ MP ആണെന്നും തൻ്റെ പാർട്ടിക്കെതിരായി പറയരുത് എന്നൊരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരാളെയാണ് ഈ രാജ്യം ബുദ്ധിമാനായി കാണുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും വലിയൊരു തോന്നിയാസിയാണ് ശശി തരൂർ എന്ന് പറയേണ്ടി വരും. സ്വതന്ത്രനായി ജയിക്കുകയും സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളല്ല ശശി തരൂർ. കോൺഗ്രസ് പാർട്ടിയുടെ ഔദാര്യം കൊണ്ട് മാത്രം വന്ന ആളാണ് അദ്ദേഹം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അംഗമെന്ന നിലയിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പാർട്ടിയെ അറിയിക്കാൻ ബാധ്യസ്ഥനാണ്. ശശി തരൂർ പാർട്ടിയെ അതിനുള്ളിൽ നിന്ന് തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകാൻ പാടില്ല. ശശി തരൂർ ഈ തലങ്ങളിലേക്ക് പോകുന്നത് പാർട്ടിയെ ചവിട്ടിമതിച്ച് മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള അച്ചടക്ക സമിതി ചെയർമാൻ പറഞ്ഞിരിക്കുന്നത്. ശശി തരൂരിന് ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടണം എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് പാർട്ടി അംഗം എന്നുള്ള നിലയിൽ പ്രാഥമിക ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം നിറവേറ്റണം. അന്തർദേശീയ തലങ്ങളിൽ അടക്കം പ്രവർത്തിക്കുമ്പോൾ പാർട്ടിയുടെ കൂടി അംഗീകാരം നേടി അദ്ദേഹം മുന്നോട്ട് പോകണം. ഏത് തലം വരെ വേണമെങ്കിലും തരൂറിന് പോകാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു അംഗമായിരിക്കുമ്പോൾ, അതിൻ്റെ ഉത്തരവാദപ്പെട്ട ഒരു ജനപ്രതിനിധിയായിരിക്കുമ്പോൾ പാർട്ടിക്ക് വിധേയനാകണം. അതിൽ മാറ്റമുണ്ടാകാൻ പാടില്ല. അഥവാ കോൺഗ്രസിന്റെ ലേബലിൽ വന്ന് വലിയ ആളായി മോദി പോലും അംഗീകരിക്കുകയും ചുമതല ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായി എന്നൊരു തോന്നലിൽ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ അങ്ങ് പോയി കളയണം. അല്ലാതെ പാർട്ടിക്കുള്ളിൽ നിന്നും പ്രതിസന്ധി സൃഷ്ടിക്കാൻ പാടില്ല. ലോകം മുഴുവൻ കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ശശി തരൂർ കടന്നു വന്നത് കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. കോൺഗ്രസിന്റെ ഉപ്പും ചോറും തിന്നുകൊണ്ടാണ് ശശി തരൂർ ഈ ജനാധിപത്യ ഇന്ത്യയിൽ വളർന്നു വന്നത്. എന്നാൽ ഇപ്പോൾ അധികാരത്തിന്റെ അപ്പകഷണത്തിന് വേണ്ടി പെറ്റമ്മയ്ക്ക് പോലും വില പറയാനാണ് തീരുമാനമെങ്കിൽ അത്തരം ഒറ്റുകാരെ പിടിച്ച് പടിക്ക് പുറത്ത് കളയണം. വൈകുന്തോറും അത് ഗുരുതര രോഗമായി മാറും.